കളിക്കില്ല, എവിടെ പോണെന്ന് പറ. നിനക്ക് ചെവി കൂട്ടിവിടെ മുത്തേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ പോണെന്ന്? വീട് അതല്ലേ മാമി, ഡെയിലി വരണല്ല. ഇനി ബാഗൊക്കെ എന്തിന്? ഡെയിലി വരുന്ന പോലെ അല്ല, ഇനി ഞാൻ അവിടെയാ സ്ഥിരം താമസം. പഴക്കിട്ടാ മാമ, മാമി പോണെന്ന്. മാമ എന്ത് പോണെന്ന് മാമി? ഞാൻ പോണു. വീട്ടിലെ പോയില്ലായിരുന്നു? പോകുവാ. നിനക്ക് എന്ത് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? പിന്നെ സംസാരിക്കണ്ട മുത്തേ. കൊച്ചവിടെ ഒറ്റക്ക, നീ ഒന്ന് പോയിക്ക്, കൊച്ചിന്റെ അടുത്തോട്ട് പോയിക്കേ. അവ ഉറങ്ങല്ലേ? എന്നാലും കൊച്ചൊറ്റക്കല്ലേ, പോയി നോക്കൂ മുത്തേ. ചേട്ടാ എന്തോന്ന്, ഞാൻ ഈ വീട്ടിലായേ. എടി എടാ കനക, ദേടാ അവള് പോകാൻ പോണ്ട, ഒന്ന് പറയടാ നീ. എവിടെയാണെങ്കിലും കുടുംബത്തിൽ തല്ലു പിടിച്ച് പോകാൻ പാടില്ല. ചേച്ചി ചോദിച്ചിട്ട് ഏട്ട സത്യം പറഞ്ഞ? ഇല്ലല്ല, ഞാൻ ചോദിച്ചിട്ടും പറയുന്നില്ല. ബാ നമുക്ക് പോകാം. ഇവിടെ നിൽക്കേ, സുലിച്ചേച്ചി വരുന്ന. സുലിച്ചേച്ചി, ദൈവത്തെ ഓർത്ത് ബഹളം ഉണ്ടാക്കല്ലേ. കനക സാറേ, എന്നാ പിന്നെ ഞാൻ പോട്ടെ സാർ. അല്ല, ഒരു മിനിറ്റ് ചേച്ചി, ഒരു മിനിറ്റ്. ഇവരോട് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ കുഴപ്പമില്ല. അല്ല, കാര്യം ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ സംശയിച്ച കാര്യമില്ലേ? അത് പറയാം. ചേച്ചി പൊക്കോ, ഞങ്ങൾ ഇവിടെ വെറുതെ നിൽക്കുമായിരുന്നു. അല്ല ചേച്ചി, കാര്യം കുഴപ്പമൊന്നുമില്ല. ഇവിടെ വാ, കാര്യം കേക്ക്. എന്നെ ഭയങ്കര സംശയമായിരുന്നു. തമ്പി അണ്ണന് ഏതോ ഒരു പെണ്ണിനെ നിരന്തരമായി ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് പരാതിയായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അത് ചേച്ചി എന്നെ രാവിലെ വിളിച്ച് കരഞ്ഞ് പറയുകയായിരുന്നു. അപ്പൊ ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു. അതാണ് ഇവിടെ രാവിലെ കേട്ടുണ്ടെന്ന്. അതിന്റെ പേരിൽ എന്നെ സംശയിച്ചു. പിന്നെ ആ പെൺകുട്ടി അയച്ച വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു വാട്സാപ്പിൽ, അതെനിക്ക് ചേച്ചി അയച്ചു തന്നു. അത് ഞാൻ ഉച്ചയ്ക്ക് കേട്ടുകൊണ്ടിരുന്നു. അതാണ് അവൾ രണ്ടാമത് സംശയിച്ചത്. എന്നിട്ട് ആ പെണ്ണ് ആരാന്ന് കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചു. അത് സോൾവ് ആയിപ്പോ. അത് തമ്പണ്ണൂടെ നാടകത്തിൽ വരുന്ന ഒരു പെണ്ണ. അവളെ അടിക്കണം. പിന്നെ അല്ലാതെ നാടകത്തിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അഭിനയിച്ചിട്ട് വേണം, അല്ലാതെ ആണുങ്ങളെ തോളി കയറിയിരിക്കാൻ വന്നല്ല. ആ ഡയലോഗ് എങ്ങനെ പ്രസന്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു. അത് ചേച്ചി തിരിച്ചടിച്ചു. ഇവിടെ എന്നെ തിരിച്ചടിച്ചാണ്. അയ്യോ പാവം തമ്പിയണ്ണൻ. അപ്പൊ ഞാൻ ഭയങ്കര. അയ്യോ, ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സാറ് പോലീസ് ആയതുകൊണ്ടാണ് ഞാൻ സാറിനോട് വന്ന് പറഞ്ഞത്. അയ്യോ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വേറെ എല്ലായിടത്താണ് ഈ പ്രശ്നം ഉണ്ടാവില്ല. ലില്ലിമോൾ അങ്ങനെയുള്ള ആളല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പോട്ടെ എന്നാ. എന്തൊക്കെയായിരുന്നു? ഫോണിലെടുത്ത് നീ പുറപ്പെട്ടിറങ്ങിയല്ലേ? എടുത്തോണ്ടിറങ്ങ. എന്തുവാടാ ഇനി എവിടെ പറഞ്ഞു വീട്ടിൽ മതിയായില്ലേ? എവിടെ പറഞ്ഞു? നിങ്ങൾ എന്നെ പറഞ്ഞോടായിരുന്നാ മതി. ഒരാളൊന്നും ഇല്ലാതെ പറയുക, അത് കേട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക. നല്ല നാത്തൂൻ. ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞ പോരായിരുന്നോ? അവരാരുടെ പറയണമെന്ന് പറഞ്ഞോണ്ടല്ലേ. ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ നിനക്ക് സുലുച്ചേച്ചിയാണ് ഇവളെക്കാളും വലുതല്ലേ? ഞാൻ അത് ചിന്തിച്ചു.